ഞാൻ പാർലമെൻറ്റ് അംഗമാകുന്നതോടുകൂടി തന്നെ എറണാകുളത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ടി.എച്ച്. മുസ്തഫയോടും അതുവഴി ലീഗറോടും INTUC-യിൽ സ്റ്റീഫൻ സാറിനോടുമൊക്കെ അടുത്ത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തങ്കച്ചൻ്റെ കീഴിൽ ജനറൽ സെക്രട്ടറിയായും സേവർ അറക്കൽ DC പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭാരവാഹിയായും പിന്നീട് ALG പേട്ടൻ കോൺഗ്രസ് 2 പിളർന്നപ്പോൾ JK പേട്ടൻ I വിഭാഗത്തിലാണ് നിന്നത്. അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ സിറ്റി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ജനറൽ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചുള്ളൊരു പരിചയം എനിക്കുണ്ട്. ഞാനാണ് 84-ൽ MP ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സുപ്രധാനങ്ങളായ കൽപ്പടവുകൾ കയറിയിറങ്ങുന്നത്. 85 ഡിസംബറോടുകൂടി അന്ന് ലീഡർ പ്രതിപക്ഷ നേതാവാണ്. ആൻ്റണി KPC പ്രസിഡൻ്റാണ്. ഒരു ദിവസം രാത്രി ഡിസംബർ തണുപ്പിൻ്റെ രാത്രിയിൽ ലീഡർ മുറിയിൽ ആൻ്റണി വന്നു. അന്ന് ആൻ്റണി MP കൂടിയാണ്. അവർ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട വിഷയം DCCകൾക്ക് പുതിയ നേതൃത്വം വരണം, പുതിയ ഭാരവാഹികളുണ്ടാവണം. അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനം ധാരണയിലെത്തി എറണാകുളം DCCയുടെ പ്രസിഡൻ്റായി എന്നെയാണ് തീരുമാനിച്ചത്. കോട്ടയത്ത് പാലാ മാത്യു സാർ, തൃശ്ശൂർ P. ആൻ്റണി. ഇങ്ങനെ വളരെ വ്യാപകമായ 14 ജില്ലകളിൽ മാറ്റം വരുത്തി. ഇത് ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിയായി. അപ്പോൾ AK പറഞ്ഞ് മാഷിതൊക്കെ എഴുതി വെക്ക്, നാളെ ACC-ന്ന് വേണം ഇതിൻ്റെ തീരുമാനം വരാൻ ഔദ്യോഗികമായി, അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു പോകരുത്. അവിടെ നിന്ന് ഞാനും ആൻ്റണി ഒന്നിച്ചാണ് 84 സൗത്ത് അവന്യൂയിലേക്ക് പോകുന്നത്. ഞാൻ 84 ഇറങ്ങി, ആൻ്റണി തൊട്ടപ്പുറത്തുള്ള 89 90 ആണെന്ന് തോന്നുന്നു അവിടെ ഇറങ്ങി. ഞാൻ 84 സൗത്ത് അവന്യൂയിലെ ഗോവണികൾ കയറി മുന്നോട്ട് കയറുമ്പോൾ മലയാള മനോരമയുടെ D. വിജയമോഹൻ അദ്ദേഹം അവിടെ ആ തണുപ്പത്തിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വിജയമോഹൻ താൻ ഇവിടെ ഇരിക്കുന്നത്? അതേ മാഷേ, ലീഡറും ആൻ്റണിയും കൂടി ചർച്ച ചെയ്ത് 14 DCCകളുടെയും പ്രസിഡന്റുമാരെ തീരുമാനിച്ചു. ഭാരവാഹികളായിട്ടില്ല. എനിക്ക് ആ ലിസ്റ്റ് വേണം, അത് മാഷിൻ്റെ കയ്യിലുണ്ട് എന്നെനിക്കറിയാം. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ എനിക്ക് ആ ലിസ്റ്റ് തരാൻ പറ്റില്ല, കാരണം അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് AICC-ആണ്. അതൊക്കെ എനിക്കറിയാം വിജയമോഹൻ പറഞ്ഞു, പക്ഷേ എനിക്കത് വാർത്തയാക്കണം. അത് എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ ആൻ്റണിയുടെ ഫ്ലാറ്റിലേക്ക് ആ രാത്രി കൊണ്ടുപോയി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആൻ്റണി ഇവിടെ ഉണ്ട്. ആൻ്റണി ചോദിച്ചാൽ, എന്താ രണ്ടുപേരും കൂടി? ഞാൻ പറഞ്ഞു, ഞാനൊരു കുടുക്കില, വിജയമോഹൻ നിങ്ങളുണ്ടാക്കിയ ലിസ്റ്റ്, ലീഡറും JK കൂടി ഉണ്ടാക്കിയ ലിസ്റ്റ് ആണ് ചോദിക്കുന്നത്, എനിക്കെങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിജയവും പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ ഈ തണുപ്പത്ത്, കൊടും തണുപ്പത്ത് കാത്തിരുന്നിട്ട് എന്തെങ്കിലും തോമസ് മാഷോട് എന്തെങ്കിലും ചെറിയ തോതിൽ ഞാൻ സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻ്റണി പറഞ്ഞു, മാഷേ ഞാൻ തന്നു എന്നാരും, ഞാൻ അനുവദിച്ചു എന്നും നാളെ വരാൻ പാടില്ല, ഏതായാലും വിജയമോഹനെ വിഷമിപ്പിക്കാൻ വേണ്ട. അങ്ങനെ അവസാനം ഞാൻ ആ ലിസ്റ്റ് കൊടുത്തു. പിറ്റേ ദിവസം മലയാള മനോരമയിൽ വെണ്ടക്ക അക്ഷരത്തിൽ ഫസ്റ്റ് പേജിൽ കേരളത്തിൽ 14 പുതിയ DC പ്രസിഡന്റ്, വലിയ വാർത്തയായിരുന്നു. അപ്പോൾ പാർലമെൻറ്റുള്ള സന്ദർഭമാണ്. ഞാൻ പാർലമെൻറ്റിൽ പോയി. 11 മണിക്ക് ചോദ്യോത്തര സമയമാണ്. 12 മണിക്ക് ആയപ്പോൾ ഞാൻ 1-ാമത്തെ നിലയിലേക്ക് പോയി. അവിടെയാണ് പത്രക്കാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ചെല്ലുകയും, ഞാൻ കയറി ചെല്ലുകയും അന്നത്തെ UNA-യുടെ സീനിയർ പത്രപ്രവർത്തകൻ ജോർജ് വർഗീസ് എൻ്റെ കോളറിൽ കയറി പിടിച്ചു. തനെന്ത് പണിയാണ് കാണിച്ച്, ഞങ്ങളൊക്കെ ചിരക്കാൻ നടക്കുകയാണോ? മനോരമയ്ക്ക് എന്താ അവൻ്റെ പ്രത്യേകത? അത് കൊടുത്തത് ശരിയാണോ മാഷേ? ഞങ്ങളവൻ്റെ ഈ പണിയൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അപ്പം ഞാനും ജോർജ് വർഗീസും തമ്മിൽ ഒരു ബന്ധം കൂടിയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ, 2-ാമത്തെ മകളെ ലാലിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ജോർജ് വർഗീസിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകനാണ്. അയാളും പത്രപ്രവർത്തനമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ആ ബന്ധം നടന്നത്. ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞു, ജോർജ് വർഗീസ് മനഃപൂർവ്വമല്ല, സാഹചര്യമൊക്കെ പറഞ്ഞു. ഈ തണുപ്പുള്ള രാത്രിയിൽ കാത്തിരുന്ന് വരുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റൂ, ഞാൻ എന്താ ചെയ്യുക? വേറെ ആരും വന്നില്ലല്ലോ, എൻ്റെ കുഴപ്പമല്ല. ഏതായാലും ഇനി ഉണ്ടാവില്ല, വന്നത് വന്നു. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും കൂടി പോയി ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഒരു കാപ്പി കുടിച്ചാണ് പിരിയുന്നത്. അതെനിക്കൊരു അനുഭവമായിരുന്നു. നമ്മളെന്ത് സമ്മർദ്ദമുണ്ടായാലും വാർത്തകളുടെ രഹസ്യം അത് പുറത്തു പോകേണ്ട സമയത്തേ പോകാൻ പാടുള്ളൂ. അതല്ല, എത്ര അടുത്ത സുഹൃത്താണെങ്കിലും വാർത്തകൾ അത് പുറത്തു പോകേണ്ട വിധത്തിലേ പോകാൻ പാടുള്ളൂ.
പുറത്തു പോകാൻ പാടില്ലാത്തത് അത് പിടിച്ചു. നമ്മളത് എത്ര സമ്മർദ്ദമുണ്ടായാലും അത് പുറത്തു കൊടുക്കരുത്. അതൊരു വലിയ ജീവിത അനുഭവമായിരുന്നു. പിന്നീട് പല പ്രാവശ്യവും പല പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഞാൻ നിറവേറ്റുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്, സമ്മർദ്ദങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ അത് വാർത്ത അവിഹിതമായി ആർക്കും എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും പിന്നീട് കൊടുക്കില്ലായിരുന്നു. അതെൻ്റെ പത്രപ്രവർത്തകരുമായിട്ടുള്ള ബന്ധത്തിലെ ഒരു പുതിയ അധ്യായമായിരുന്നു. ഞാൻ ഡൽഹിയിൽ ചെന്ന ധാരാളം പത്രപ്രവർത്തകർ അന്ന് മുതൽ ഇന്ന് വരെ ഡസൻ കണക്കിന് പത്രപ്രവർത്തകരുമായി ഒരു അടുത്ത ആത്മബന്ധമുണ്ട്. ഇപ്പോൾ ടി വി ഷണായി, ഗോപാലകൃഷ്ണൻ, കെ ഗോപാലകൃഷ്ണൻ, ജോർജ് വർഗീസ്, അശോകൻ, അങ്ങനെ പലരും, മാധവൻകുട്ടി, ആ നിലയിൽ നിന്ന് താഴേക്ക് വന്നു. 4ാമത്തെ തലമുറ വന്നിരിക്കുന്നു. അന്നും ഇന്നും ആ പഴയ അനുഭവം വാർത്തകൾ കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും കൊടുക്കണം, നീതിയുക്തമാകണം, ആരെയെങ്കിലും പ്രത്യേകിച്ച് പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യരുത്. അത് അന്നും ഇന്നും ഞാൻ തുടരുന്ന എൻ്റെ പത്രപ്രവർത്തകരുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ഞാൻ കാക്കുന്ന ചില പാഠങ്ങളാണ്. ആ ടി വി ഷണായി അദ്ദേഹം വേർപെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ എൻഡോമെൻ്റ് തുടങ്ങുകയുണ്ടായി. 1,00,000 രൂപ പാർലമെൻറ്റിലോ കേരള നിയമസഭയിലോ അറിയപ്പെടുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന, പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകന് 1,00,000 രൂപ കൊടുക്കുക. അതൊന്നും 7 ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അടുപ്പം എനിക്ക് ഷേണായുമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം ഒരു RSSകാരനാണ്, BJPക്കാരനാണ്, അദ്വാനിയുടെ സ്വന്തം ആളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പത്മ അവാർഡൊക്കെ കിട്ടുന്നത്. മലയാള മനോരമ ബ്യൂറോ ചീഫാണ്. അക്കാലത്തൊക്കെ മനോരമയിൽ ഷേണായിയുടെ ഒരു ബൈലൈൻ വന്നാൽ അത് ബൈബിൾ വാക്യങ്ങൾ പോലെയായിരുന്നു. അതുപോലെ മാതൃഭൂമിയുടെ മാധവൻകുട്ടി അദ്ദേഹത്തിന് മൊട്ടക്കാറിലെ യാത്ര ചെയ്യുന്നത്. എവിടെ ചെന്നാലും പുള്ളിക്ക് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. മാധവൻകുട്ടി വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ഡൽഹിയിലെ മന്ത്രികാര്യാലയങ്ങളിൽ നിന്ന് ഒരു പ്രചരണം പോലും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, സ്റ്റീഫൻ സാറിൻ്റെ അടുത്ത് ഞാൻ മാധവൻകുട്ടിയുടെ കൂടെ പോവുക. അപ്പോൾ സ്റ്റീഫൻ സാറ് അന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രിയാണ്. ടെലിഫോൺ അനുവദിച്ചു കൊടുക്കുന്നതിലൊരു പ്രത്യേക സ്വാതന്ത്ര്യം ഈ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിമാർക്കുണ്ട്. അന്ന് ഞാൻ MP അല്ല, INTUസിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അപ്പോൾ ഡൽഹിയിൽ ചെന്നപ്പോൾ മാധവൻകുട്ടി പറഞ്ഞു, മാഷേ നിൻ്റെ കൂടെ വാ. അങ്ങനെ ഞാൻ മാധവൻകുട്ടി ഇങ്ങോട്ട് അവിടെ ചെന്നു. ഇപ്പോൾ ടെലിഫോൺ കണക്ഷൻ കിട്ടുകയല്ല. അപ്പോൾ സ്റ്റീഫൻ സാർ പറഞ്ഞു, മാധവൻകുട്ടി വന്നില്ലേ, മാഷ് കൂടെയുണ്ട്. ശരി, നിങ്ങൾ നല്ല സമയത്ത് നല്ല ആളുകൾ വന്നിരിക്കുന്നു, അത്യാവശ്യമായ കണക്ഷൻസ് ഞാൻ തരാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡർ മുഖ്യമന്ത്രി എന്ന നിലയിലും പിന്നീട് കേന്ദ്രമന്ത്രി എന്ന നിലയിലും എനിക്ക് വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതെൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്താരകൾ വെട്ടി തെളിയിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അങ്ങനെ 84-ൽ എറണാകുളം DC പ്രസിഡൻ്റാകുന്ന ഞാൻ 96-ൽ ഫ്രഞ്ച് ചാരക്കേസ് വരുന്നത് വരെ തുടർന്നു. അതിനുശേഷം 2001 മുതൽ ഞാൻ വീണ്ടും DC പ്രസിഡൻ്റായി ഏകദേശം 15 വർഷക്കാലം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവർ N. വേണുഗോപാൽ, VJ പൗലോസ്, MO ജോൺ, ഇങ്ങനെ ഒരു വലിയ നിര നേതാക്കന്മാർ എറണാകുളത്തെ എന്നോടൊപ്പമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ ആരെയും പിണക്കാറില്ല. അതിനിടയിൽ ധാരാളം തിരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ശക്തിയായ 2 ഗ്രൂപ്പുകളുള്ള എറണാകുളത്ത്, അതിൽ കരുണാകരന് ഒരു അപ്പർ ഹാൻഡുള്ള എറണാകുളത്ത് DCC പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദങ്ങൾ വരുന്നത് I ഗ്രൂപ്പിൽ നിന്നാണ്. ഇപ്പോൾ അവർ പറയുന്നതൊക്കെ കേൾക്കുന്നില്ല. അവർ നേരെ പോകുന്ന ലീഡർ അടുത്തേക്ക്. ലീഡർ അപ്പം എൻ്റെ ഫോണിൽ വിളിക്കുക, എന്താ സംഭവിക്കുന്നത്, എന്താ ആലുവയിൽ അവിടെ BP ജോർജ് ഉണ്ടല്ലോ, നമ്മുടെ ആളല്ലേ, ജോർജിന് എന്താ സീറ്റ് കൊടുക്കാത്തത്, ഗർവാസി സദീഖിൽ അങ്കമാലിയിലില്ലേ, PJ ജോയി അവിടെ ഉണ്ടല്ലോ,
ഇങ്ങനെ ഓരോ സ്ഥലത്തെക്കുറിച്ച് ലീഡർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്കൊക്കെ സീറ്റ് കൊടുക്കണം, അവരുടെ ആളുകൾക്ക് സീറ്റ് കൊടുക്കണം. അപ്പുറത്തുള്ള വരുന്നത് ബെന്നി ബെഹനാനാണ്. പക്ഷെ ഞങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് വലിയ തർക്കങ്ങൾ കൂടാതെയാണ് ആ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിലും പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ ഒരു സംഘടന അനുഭവം, എല്ലാവരെയും യോജിപ്പിക്കുക എന്നൊരു അനുഭവം ആരംഭിക്കുന്നത് 85-ൽ ഞാൻ DC പ്രസിഡൻ്റായതിനു ശേഷം. അത് ഞാൻ പറഞ്ഞ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു മാറ്റം, ഒരു വഴിമാറ്റം, ഒരു പുതിയ കാഴ്ചപ്പാട് ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായും ആ 85 ഞാൻ DC പ്രസിഡൻ്റാവുന്ന 85 എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ വെളിച്ചമായിരുന്നു. പിന്നീട് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ജില്ലയിൽ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പരിശോധിക്കാൻ പോയിട്ടുണ്ട്. AICC തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്റ്റീഫൻ സാറിൻ്റെ മരണത്തിന് ശേഷം മരക്കാർ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ ദീർഘകാലം വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു തുടക്കം എനിക്ക് 84 MP ആയും അതിനെ തുടർന്നുള്ള 85-ൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും വന്നപ്പോൾ കിട്ടിയ ഒരു ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ അതായിരുന്നു ദൈവനിശ്ചയം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ അനുഭവ സമ്പത്ത് ഉള്ളത് ആ കാലഘട്ടത്തിലാണ്.